കഴിക്കേ ഡോ ഇത് കഴിച്ചേ. ഈ പ്രാവശ്യം ഏറ്റവും നല്ലൊരു പൊങ്കാലയായിരുന്നു. എല്ലാ പ്രാവശ്യവും ഏറ്റവും നല്ലത് തന്നെ, ഈ പ്രാവശ്യവും അതുപോലെ തന്നെ ഏറ്റവും നല്ലത്. അതെ അതെ, ഏഷ്യാനെറ്റ് ഫാമിലി ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, കൊച്ചുമോനുണ്ട്, പിന്നെ ഇവിടുത്തെ സേവന ടീമുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ. അപ്പോൾ എല്ലാം കൂടി ചേർന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. എന്തായാലും എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒപ്പം ഈ പുഴയും കടന്നിനും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പോകാൻ പറ്റിയില്ല, തിരക്കാണ്, കുറച്ച് ദൂരമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്, അതുകൊണ്ട് ശരി. നല്ലതായിരുന്നു, നല്ല വെയിലായിരുന്നു. പിന്നെ ഇവിടുത്തെ ചൂടും അങ്ങനെ കുറച്ച് ഇവിടെ ഈ സ്ഥലത്തൊന്നും തണലില്ലായിരുന്നു, അപ്പം കുറച്ച് ബുദ്ധിമുട്ട്. അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അവരാണ് നമുക്ക് ഈ അടുപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. അതിൻ്റെ അടുത്ത് തന്നെ വെള്ളം കാര്യങ്ങളും എല്ലാം അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്തൊരു വീട്ടിൽ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പൊങ്കാലിടുന്നവർക്ക് ഷൂട്ടില്ലായിരുന്നു, ബാക്കി എല്ലാവർക്കും ഷൂട്ടുണ്ട്. അല്ലല്ലല്ല, ഞാൻ ഒരു 10ാം ക്ലാസ് മുതൽ പൊങ്കാല എപ്പോഴും പറ്റും അപ്പോഴൊക്കെ ഇടുന്നുണ്ട്. താങ്ക് യു. ഞങ്ങളുടെ ആദ്യത്തെ പൊങ്കാലയാണ്, എൻ്റെയും രശ്മിയുടെ ആദ്യത്തെ പൊങ്കാലയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ മൂന്നാമത്തെ. തീർച്ചയായും ഫസ്റ്റ് ടൈമാണ് ഏഷ്യാനെറ്റ് ഫാമിലിയുടെ കൂടെ നമുക്ക് പൊങ്കാലിടാൻ സാധിക്കുന്നത്. ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇതിന് അവാർഡ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ചിൽ മൂഡിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഭയങ്കര കട്ട ഫ്രണ്ട്സാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയായിട്ട് നമുക്ക് ഒരുമിച്ച് പൊങ്കാലിടാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹം. എന്താണ്, എല്ലാം നല്ല സേഫായിട്ടാണ് നടന്നത്. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് പൊങ്കാലയിൽ തന്നെ സർവീസൊക്കെ ചെയ്തായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായിട്ട്. സോ അത് വളരെ ഹാപ്പി ആയിരുന്നു. പൊങ്കാലയുടെ ഭാഗമാകാൻ സാധിച്ചു. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ പൊങ്കാല ഇട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 10 സ്റ്റെപ്പ് അപ്പുറം കൊണ്ടിരിക്കുമായിരുന്നു. മാത്രമായിരുന്നു ഷൂട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവർ ഓർഗനൈസ് ചെയ്തത് ആക്ച്വലി. സോ അതിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. നെക്സ്റ്റ് ഇയർ അതുപോലെ പറ്റട്ടെ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലും ഒരു മൂലയിൽ കാണും എന്തായാലും. സോ എന്തായാലും എല്ലാം അടിപൊളിയായിരുന്നു അല്ലേ? അതെ, താങ്ക് യു. ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ കേരളത്തിൽ അവിടെ പൊങ്കാല ഇട്ടോ? അല്ല, അവിടെ പൊങ്കാലല്ല, അവിടെ പൊങ്കലുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? അത് എപ്പോഴും വീട്ടിലെ ഇടുന്നതാണ് പൊങ്കാല. അപ്പോൾ പൊങ്കാല ആയിട്ട് ആദ്യമായിട്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്നതും ഇടാൻ സഹായിച്ചതും. അവിടുത്തെ പോലെ എന്തെങ്കിലും ഡിഫറൻസ് പോലെയാണോ? പൊങ്കൽ പോലെയാണോ പൊങ്കാല? അല്ല, പൊങ്കലും പൊങ്കാലയും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലതായിരുന്നു.